Hello everyone, today in our video I am very much thrilled to have you here for the exploration of one of the important mathematical branch and it is trigonometry. Okay, so നമ്മുടെ 10th CBSE 2 chapters ഈ ഒരു mathematical branchന്റെ basisലാണ്, that is introduction to trigonometry and some applications of trigonometry. So before we dive in, I have a fundamental question. That is, what is this trigonometry and why it is used for? അവിടെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് എന്താണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കയറിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ്, ദാറ്റ് ഈസ് ഇതിന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടോ ഒരു കാര്യമില്ല. ഓക്കെ, ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ആക്ച്വലി വരുന്നുണ്ട്. എവിടേക്കാണ് നമുക്ക് ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, ഈവൻ ഇൻ എസ്ട്രോണമി, ഈ എല്ലാ കാര്യങ്ങളിലും ഈ മാത്തമാറ്റിക്കൽ ബ്രാഞ്ചിന് വളരെയധികം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. Okay, so first let us explore what is this trigonometry. So here we are, trigonometry. So എന്താണ് ഈ ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടൈറ്റിൽ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യാം. നോക്കിക്കോണേ, ട്രൈ, ഓക്കെ, ഗോണോ, ഓക്കെ, ആൻഡ് ദെൻ മെട്രി. ഓക്കെ, സോ ഈ ഒരു ടൈറ്റിൽ, ആ ഒരു ടേം, അതിനെ ഞാൻ എന്തായി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ട്രൈ, ഗോണോ, മെട്രി. ഓക്കെ, ആൻഡ് നൗ നമുക്ക് നോക്കാം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ട്രൈ? ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. am I right? Yes, ട്രൈ എന്ന് പറഞ്ഞാൽ 3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മെട്രി എന്ന് പറഞ്ഞാൽ മെഷർ അളവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മെട്രി മീൻസ് മെഷർ. ആൻഡ് ഗോണോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സൈഡ്സ് എന്ന്. ഓക്കെ, സോ ഇപ്പോ ഇവിടെ തന്നെ നമുക്കൊരു എന്താണ് ഒരു ഐഡിയ കിട്ടണം. എന്താണ്? 3 sides measure, trigonometry. ഓക്കെ, അപ്പോ നമുക്ക് പറയാൻ പറ്റും 3 sides measure. സോ 3 sides ഉള്ള the least polygon ആരാണ്? ട്രയാങ്കിൾ ആണ്. ഓക്കെ, സോ ട്രയാങ്കിളിലാണ് നമ്മൾ ആരെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഈ ട്രിഗണോമെട്രി നമ്മൾ ട്രയാങ്കിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യും, എന്തിനാണ് ട്രയാങ്കിൾസിൽ അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ, ട്രയാങ്കിൾസിന്റെ എന്തിനെയൊക്കെ തമ്മിലാണ് നമ്മൾ ഈ ട്രിഗണോമെട്രിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് റിലേറ്റ് ചെയ്യാൻ പോകുന്നത്, കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അവിടെ നമ്മൾ ആലോചിക്കുക, എപ്പോഴും ട്രിഗണോമെട്രി നിങ്ങളിപ്പോൾ 10th ക്ലാസ്സിൽ അപ്ലൈ ചെയ്ത് പഠിക്കാൻ പോകുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിലാണ്. ഓക്കെ, സോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആൻഡ് സൈഡ്സ്, ഓക്കെ, ആംഗിൾസ് ആൻഡ് സൈഡ്സ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ബ്രാഞ്ച് ആണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ട്രിഗണോമെട്രി എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? For finding the relationship between the sides and angles of a right angle triangle. Okay, so trigonometry എന്താണ് എന്ന് മനസ്സിലാക്കുക. What is that? Trigonometry. Okay, that is 3 sides measure. 3 sides ഉള്ളത് ട്രയാങ്കിൾ, അതിൽ തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് നമ്മൾ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുക. For what? എന്തിനു വേണ്ടിയിട്ടാണ്? For finding the relationship between the sides and angles of a right angle triangle. So അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. So before starting, we have to revisit the basics of right angle triangle. ഞാൻ പറഞ്ഞു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സം ഓഫ് ദ ബേസിക് പ്രോപ്പർട്ടീസ്, നമ്മൾ ഇത്രയും കാലം നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എന്തെല്ലാം അറിയാമായിരുന്നു, ഇതെല്ലാമാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഹിയർ വി ഹാവ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ബിക്കോസ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ വൺ ഓഫ് ദ ആംഗിൾ വിൽ ബി എ റൈറ്റ് ആംഗിൾ. ഓക്കെ, അല്ലെങ്കിൽ 90 ഡിഗ്രി മെഷർമെന്റ് ആണ് വരിക. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുക? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് 90 ഡിഗ്രി മെഷർമെന്റ് എന്നുള്ള രീതിയിൽ എടുത്താൽ ദെൻ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്? എനിക്ക് ഈ സൈഡുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പേരുകൾ കൊടുക്കാൻ പറ്റും അല്ലെ? ഓക്കെ, അതിന് മുന്നേ ആലോചിക്കാം, ഇത് 90 ഡിഗ്രി ആണ്. Okay, one of the angles is 90 degree. We know that the sum of interior angles of any triangle is 180 degree. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, if this is 90 degree, then the sum of these two angles, okay, ഈ രണ്ട് acute angles ന്റെ സം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവരെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാൻ പറ്റും കോംപ്ലിമെന്ററി ആംഗിൾസ്. വാട്ട്? കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ്, if the sum of two pair of angles is 90 degree, then that two angles can be called as complementary angles, complementary pair. നമ്മൾ 180 ഡിഗ്രിയാണ് സം വരുന്നതെന്നുണ്ടെങ്കിൽ സപ്ലിമെന്ററി എന്ന് വിളിക്കില്ലേ? അതുപോലെ തന്നെയാണ്, if the angle sum is 90 degree, then that pair of angles
angles are known as complementary pairs. Okay, അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്താണ് അക്യൂട്ട് ആയിട്ടുള്ള ആംഗിൾസ് ആയിരിക്കും. ഇവർ രണ്ടിന്റെ സം എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് അവർ കോംപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ the properties of angles are one of the angle will be 90 degree in measurement and the other two angles will be acute and the sum of them will be 90 degree, so they form a complementary pair of angles there. Okay, so next is what about the sides? അപ്പോൾ ആംഗിൾസിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആണ് ഇതിലെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അയാളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഹൈപ്പോട്ടിന്യൂസ്. നമ്മൾ എന്താ വിളിക്കുക? ഹൈപ്പോട്ടിന്യൂസ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു റൈറ്റ് ആംഗിൾ. ഇറ്റ് ഈസ് ദ ഹൈപ്പോട്ടിന്യൂസ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ലോങ്സ്റ്റ് സൈഡ് ആരാണ്? ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഇനി ബാക്കി രണ്ട് സൈഡുകൾ അവരുടെ പ്രത്യേകത എന്താ? അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് അറ്റ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ദാറ്റ് ഈസ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അവരെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ് എന്താണ്? ഒരാളെ നമ്മൾ എന്ത് വിളിക്കും? ബേസ് എന്ന് വിളിക്കും. മറ്റൊരാളെ നമുക്ക് എന്ത് വിളിക്കും? ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ പ്രോപ്പർട്ടീസ് നോക്കി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് സൈഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ദ നെയിം ഓഫ് ദ സൈഡ് എന്താണ്? The side opposite to the right angle is known as hypotenuse, which will be the longest side of a right angle triangle, and the other two sides are perpendicular to each other, so they are called perpendicular sides, and each of them can be called as one as base and one as altitude എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. And the most important property is this relationship between the sides of a right angle triangle. That is the relationship between the hypotenuse, base and altitude of a right angle triangle. And it is the relationship as stated by a particular theorem known as Pythagoras theorem. What is that? Pythagoras theorem. Okay, Pythagoras എന്ന് പറയുന്ന ഫേമസ് മാത്തമാറ്റീഷ്യൻ ആണ് എന്ത് ചെയ്തത്? ഈ തിയറം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ആ തിയറത്തിനെ നമ്മൾ വിളിക്കുന്നത് Pythagoras theorem എന്നാണ്. And it establishes the relationship between the sides of a right angle triangle. And according to Pythagoras theorem നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? In any right angle triangle, the square of hypotenuse, okay, the longest side അല്ലെങ്കിൽ the side opposite to the right angle will be equal to the sum of squares of the perpendicular sides. Okay, ബാക്കി രണ്ട് സൈഡുകൾ, that is ബാക്കി രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകളുടെയും സ്ക്വയേഴ്സിന്റെ എന്തായിരിക്കും? സം ആയിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുക. So in any right angle triangle, the square of hypotenuse will be equal to the sum of the squares of the perpendicular sides. So that is, I can write like hypotenuse square. Okay, so hypotenuse square is equal to base square plus altitude square. Hypotenuse square is equal to base square plus altitude square. This is one of the important property of a right angle triangle. So right angle triangle ന്റെ ഈ ചാപ്റ്ററിലേക്ക് കേറുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട important properties ആണ്. One is, what is a right angle triangle? Why it is known as a right angle triangle? Because if one of the angle inside a triangle is right angle, then the triangle can be called as a right angle triangle. What are the properties of angles inside a right angle triangle? One angle will be 90 degree in measurement and the other two angles will be acute. Okay, and the sum will be 90 degree. Why? What is the reason? Because the sum of interior angles of any triangle is 180 degree and 90 degree നമുക്ക് right angle already വന്നു കഴിഞ്ഞു. So ബാക്കി ലെഫ്റ്റ് ചെയ്യുന്ന 90 degree ആണ് other angles ൽ വരിക. So that will make them a complementary pair of angles there. Then moving to the properties of sides of a right angle triangle, the side opposite to the right angle will be the longest side of the right angle triangle and it can be called as the hypotenuse. Okay, and the other two sides will be perpendicular to each other and they can be called as base and altitude respectively. So next, the relationship between the sides of a right angle triangle. It is stated by the famous mathematician Pythagoras and it is known by his own name. Okay, Pythagoras theorem states that the square of hypotenuse will be equal to the sum of the squares of the perpendicular sides. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ we can proceed with our chapter trigonometry. സോ ഞാൻ ഈ ചാപ്റ്ററിന്റെ ബേസിക്സിലേക്ക് പോകുന്നതിന് മുന്നേ, ദാറ്റ് ഇസ് ട്രിഗണോമെട്രിയുടെ ബേസിക്സിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. തീറ്റ. ഓക്കെ, തീറ്റ എന്ന് പറയുന്ന ആളാണ്. ദാറ്റ് ഇസ് നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു ടേം ആണ് ദിസ് തീറ്റ. ആൻഡ് ഒരുപാട് കുട്ടികൾ കൺഫ്യൂഷൻ ആവും, വാട്ട് ഇസ് ദിസ് തീറ്റ?
ഈ തീറ്റ എന്ന് പറയുന്നത് ഒന്നുമില്ല, എന്താണ്, ഒരു ഗ്രീക്ക് ആൽഫബറ്റ് മാത്രമാണ്. ആൻഡ് അത് കാണാൻ ഏകദേശം ഈ ഒരു രൂപത്തിലാണ്. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, എന്താണ്, ഇത് ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് യൂസ് ടു റെപ്രസെന്റ് ആംഗിൾസ്. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ അകത്തുള്ള ആംഗിൾസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൽഫബറ്റ് ആണ്. ഗ്രീക്ക് ആൽഫബറ്റ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ തീറ്റ എന്ന് പറയുമ്പോൾ ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഞാൻ ഇനി മുന്നോട്ടേക്ക് പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഐ വിൽ ജസ്റ്റ് സേ ഇറ്റ് ഇസ് തീറ്റ തീറ്റ തീറ്റ. ഓക്കെ, സോ ദാറ്റ് ടൈം ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വാട്ട് ഇസ് ദിസ് തീറ്റ ആൻഡ് വേർ ഡസ് ഇറ്റ് കം ഫ്രം. ഓക്കെ, there is nothing to worry, it is a Greek alphabet, okay, and it can be represented like this. Okay, so let us dive into trigonometry. appo nokka ഫസ്റ്റ് ആ ഒരു ട്രാൻസിഷൻ വരുന്നത് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് വി ഹാവ് ഡിസ്കസ് ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് ഫസ്റ്റ് വരുന്ന മാറ്റം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എല്ലാം എന്തിന്റെ ബേസിസിലാണ്, ദിസ് 90 ഡിഗ്രി ആംഗിളിന്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കുന്നു. ഓക്കെ, മാറി ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ബാക്കി ആംഗിൾസ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ഞാൻ പറഞ്ഞു കോംപ്ലിമെന്ററി പെയർസ് ആയിട്ട് വരുന്ന ആംഗിൾസ്, അതിൽ ഒരാളുടെ, ഓക്കെ, അത് ഈ ആംഗിൾ ആകാം അല്ലെങ്കിൽ ഈ ആംഗിൾ ആകാം, ആരുടെ വേണമെങ്കിലും ആകാം, ഇവരുടെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ദ ഫസ്റ്റ് ട്രാൻസിഷൻ. ഓക്കെ, നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ആ ഒരു തോട്ടിൽ നമ്മൾ മാറ്റം ഉണ്ടായത് എവിടെയാണ്, ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എല്ലാ പ്രോപ്പർട്ടീസിന്റെയും ബേസ് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബേസ്ഡ് ഓൺ ദിസ് റൈറ്റ് ആംഗിൾ. ആൻഡ് നൗ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കുന്നു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ദ ആംഗിൾസ് അതർ ദാൻ 90 ഡിഗ്രി ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾസിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി അവരുടെ പ്രോപ്പർട്ടീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ ആംഗിൾസിനെയാണ് നമ്മൾ ജനറലി കോൾ ചെയ്യാനായിട്ട് തീറ്റ എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റ് ഉപയോഗിക്കുന്നത്, ഗ്രീക്ക് ആൽഫബറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ട്രാൻസിഷൻ അതാണ്. എന്താണ്, നമ്മുടെ ആ ഒരു വേ ഓഫ് അപ്രോച്ച് ഒന്ന് മാറി. എന്താണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, ബേസ്ഡ് ഓൺ ദ ആംഗിൾസ് അതർ ദാൻ 90 ഡിഗ്രി ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അകത്ത് 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾസിന്റെ ബേസിസിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെ ട്രാൻസിഷൻസ് വന്നിട്ടുണ്ട്, സൈഡ്സിൽ ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇത് തീറ്റ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇത് സമ്മ് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് തീറ്റ. ഓക്കെ, അതും കൂടെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഇതിന്റെ സൈഡ്സിൽ ഉണ്ടായ ട്രാൻസിഷൻസ് നോക്കാം. ഒന്ന് നോക്കാം, ദാറ്റ് ഈസ് ഹൈപ്പോട്ടിന്യൂസിന് മാറ്റമൊന്നുമില്ല. ഹൈപ്പോട്ടിന്യൂസ് ഇസ് ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് എപ്പോഴും ഹൈപ്പോട്ടിന്യൂസ് തന്നെയായിട്ട് നിൽക്കും. ഓക്കെ, പക്ഷെ ഈ ആംഗിളിന്റെ ഈ ആംഗിളിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ രണ്ട് സൈഡുകളുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് മാറും. ഓക്കെ, നോക്കാം. That is the theta angle. ഈ തീറ്റ ആംഗിളിൽ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ, ഓക്കെ, തീറ്റ ആംഗിളിന്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ കാണുന്ന സൈഡ് ഏതാ, ഈ സൈഡാണ്. അപ്പോ ഞാനിപ്പോ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ആംഗിളിന്റെ ബേസിസിലാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ഓക്കെ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദിസ് സൈഡ് വിൽ ബി ദ ഓപ്പോസിറ്റ് സൈഡ്. ഇനി തീറ്റ ആംഗിളിന്റെ തൊട്ടടുത്തൊരു സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് രണ്ട് സൈഡ് ഉണ്ട്, ഒന്ന് ഹൈപ്പോട്ടിന്യൂസും ഒന്ന് വേറൊരു സൈഡും. അപ്പോ ആ ആംഗിളിന്റെ ദാറ്റ് ഈസ് 90 ഡിഗ്രി അല്ലാത്ത ആംഗിളിന്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ആംഗിൾ ഫോം ചെയ്തിട്ടുള്ള ഹൈപ്പോട്ടിന്യൂസ് അല്ലാത്ത സൈഡ്, ഓക്കെ, ഈ ആംഗിൾ ഫോം ചെയ്ത ഹൈപ്പോട്ടിന്യൂസ് അല്ലാത്ത സൈഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഓർത്തിരിക്കുക ആരൊക്കെയാണ്, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, 90 ഡിഗ്രി അല്ലാത്ത ആംഗിളിനെ സംബന്ധിച്ച് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ആൻഡ് നമ്മൾ 90 ഡിഗ്രി അല്ലാത്ത ആംഗിളിനെ സംബന്ധിച്ച് ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതിന്റെ ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ ആ ആംഗിൾ മേക്ക് ചെയ്ത അതിന്റെ തൊട്ടടുത്തുള്ള വശങ്ങളിൽ ഹൈപ്പോട്ടിന്യൂസ് അല്ലാത്ത സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കുന്നത് ഓഫ് ദാറ്റ് ആംഗിൾ തീറ്റ. ഓക്കെ, സോ ഇത് മറന്നു പോകരുത്. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ അപ്രോച്ച്. ഓക്കെ, നമ്മുടെ അപ്രോച്ചിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. ഫസ്റ്റ് നമ്മൾ ആംഗിൾ ദ ബേസിസ് നമ്മൾ മാറി. എന്താണ്, നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് മാറി ചിന്തിക്കുന്നു. ദ ആംഗിൾസ് അതർ ദാൻ 90 ഡിഗ്രിയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്.
പിന്നെ നമ്മളൊരു ട്രാൻസിഷൻ എന്താന്ന് പറഞ്ഞാൽ ഈ സൈഡ്സ് ഓക്കെ ദാറ്റ് ഇസ് ഹൈപ്പോട്ടിന്യൂസ് ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് അറിഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പൊ എന്തായിട്ട് മാറി ഹൈപ്പോട്ടിന്യൂസ് റിമൈൻസ് ദ സെയിം ഹൈപ്പോട്ടിന്യൂസ് ഇസ് എ ഹൈപ്പോട്ടിന്യൂസ് ഇറ്റ്സെൽഫ് അതിൽ മാറ്റൊന്നുമില്ല ബട്ട് പെർപെൻഡിക്കുലർ സൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്തു ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു ഇവരുടെ പേരുകൾ മാറുന്നു ദാറ്റ് ഇസ് ഈ ആംഗിൾ ഇഫ് ദ ആംഗിൾ ഇസ് ഹിയർ ഇഫ് ഐ എം കൺസിഡറിംഗ് ദിസ് ആംഗിൾ വിച്ച് ഇസ് അതർ ദാൻ ദ 90 ഡിഗ്രി ഇൻസൈഡ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈ ആംഗിളിനെ സംബന്ധിച്ച് the side opposite to theta is opposite side and the side okay the side adjacent to theta which is other than the hypotenuse is called the adjacent side of that angle theta okay ഇത്രേ അറിഞ്ഞിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും okay then what happens if theta become here okay ഇപ്പൊ തീറ്റ ഇവിടെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക ഒന്നും ചെയ്യാനില്ല ഈ ആംഗിളിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക okay ഈ ആംഗിൾ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് എവിടെയാണ് ഇവിടെയാണ് വരിക സോ ദിസ് വിൽ ബിക്കം ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഈ ആംഗിളിനെ സംബന്ധിച്ച് അതിന്റെ തൊട്ടടുത്തുള്ള സൈഡ് അതർ ദാൻ ദ ഹൈപ്പോട്ടിന്യൂസ് ഇസ് ദിസ് വൺ സോ ഇറ്റ് വിൽ ബിക്കം ദി അഡ്ജസന്റ് സൈഡ് സോ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി ആംഗിൾ തീറ്റ ദാറ്റ് ഈസ് ദ ആംഗിൾ അതർ ദാൻ ദ 90 ഡിഗ്രി ആംഗിൾ ദാറ്റ് ഈസ് വിച്ച് വി കൺസിഡർ okay നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി okay അതിന്റെ പൊസിഷന്റെ ബേസിസിൽ എന്ത് മാറും ഈ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യും കീപ്സ് ചേഞ്ചിങ് okay സോ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ബ്രാഞ്ചിലേക്ക് നല്ല രീതിയിൽ കടക്കാനായിട്ട് പറ്റുകയുള്ളൂ okay so ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു I hope this video will be helpful for all of you and thank you for watching